പള്ളിയിലേക്ക് കുട്ടികളെ വരാൻ പറ്റുമോ? കുട്ടികളോട് എങ്ങനെയാ പള്ളിയിൽ പെരുമാറേണ്ടത് ഒരു വിഷയമാണ്. ഇവിടെ കുറച്ച് ഒരു ചൈൽഡ് സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കണം. കുട്ടികൾ ഏതിനും ഒരു അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നന്നായിട്ടുണ്ട് മോനെ, ഒന്ന് തലക്കൊന്ന് കൊട്ടേ, ഒന്ന് തോളും തട്ടേ, എന്തെങ്കിലും ഒരു പ്രൈസ് കൊടുക്കേ, ഒരു വെർബലായിട്ട് നമ്മൾ വായ കൊണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് മോനെ, ഉഷാറായി, മാഷാ അല്ലാ, മോൻ പള്ളിയിലേക്ക് വന്നല്ലോ, അങ്ങനെ പറയണമെന്നാ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പള്ളിയിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. 5 വയസ്സിൽ താഴെയാണ്, അവർക്ക് പള്ളിയുടെ അദബ് അറിയില്ല, പള്ളിയുടെ അച്ചടക്കം അവർക്ക് മനസ്സിലാക്കാനായിട്ടില്ല. അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരുന്നത്. ഉമ്മ പറയണേ, ഏതായാലും നിങ്ങൾ ജുമയ്ക്ക് പോവല്ലേ, എനിക്ക് ഏതായാലും ചോറും ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം, ഇവൻ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അത് പറ്റൂല. പള്ളിയുടെ അച്ചടക്കം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടോ പള്ളിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കുട്ടികൾ പള്ളിയിലേക്ക് വന്നപ്പോ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാ പെരുമാറിയത് അല്ലെ? അന്നത്തെ ഖലീഫമാരൊക്കെ പള്ളിയിലാ അവരുണ്ടാകുക. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ, ഹിജാസിയീനായ ആളുകൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അമവി ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. ആ കുട്ടിക്ക് 11 വയസ്സിലേറല്ല. ഒരുപാട് പ്രായമുള്ള പക്വതയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ 11 വയസ്സുള്ള ഒരു കുട്ടി. അപ്പോ ആ കുട്ടിയാണ് സംസാരിക്കാൻ മുന്നോട്ട് വന്നത്. വലിയ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ മാറി നിന്ന് കൊടുക്കണം. പക്ഷെ ചില കുട്ടികളിൽ ചില ടാലൻസ് ഉണ്ടാവും, അവരത് പറയാൻ ഇഷ്ടപ്പെടും, കുഴപ്പമില്ല, അതിന്റെ ഭംഗിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ കുഴപ്പമില്ല. അപ്പോ കുട്ടി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാര്യം അറിയില്ലല്ലോ ഈ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന്. ഇജ്ലിസ് അയ്യുഹൽ ഗുലാം, മോൻ ഇരിക്കിൻ, മോനെക്കാളും പ്രായമുള്ള ആരെങ്കിലും ഒരാൾ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അസ്ലഹല്ലാഹുൽ അമീർ, അമീറിനെ അള്ളാഹു നന്നാക്കട്ടെ. ആരെ? ഖലീഫയെ അള്ളാഹു നന്നാക്കട്ടെ. അൽ മർഉ ബി അസ്ഗുറൈഹി, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യനിലെ 2 ചെറിയ സാധനങ്ങളെ കൊണ്ടാണ് ഒരു മനുഷ്യനാവുന്നത്. ഖൽബിഹി വലിസാനിഹി, ഒരു മനുഷ്യന്റെ ഹൃദയവും അവന്റെ നാവും. നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ പേഴ്സണാലിറ്റി എന്താ? നമ്മുടെ ഹൃദയവും നമ്മുടെ നാവും. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ അതാണ് നാവിലൂടെ പുറത്തു വരിക. കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, ഫൈദാ വഹബല്ലാഹുൽ അബ്ദ ലിസാനൻ ലാഫിള, നല്ല സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ് ഒരു നാവ് അല്ലാഹു ഒരാൾക്ക് കൊടുത്താൽ, വഖൽബൻ ഹാഫിള, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹൃദയം കിട്ടിയാൽ, ഫഖദ് ഇസ്തഹഖൽ കലാം, ആ കുട്ടിക്ക് സംസാരിക്കാമല്ലോ. ഖലീഫ, നിങ്ങൾ എന്താ എന്നെ മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പ്രായമാണ് പ്രശ്നമെങ്കിൽ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെക്കാളും പ്രായമുള്ള ആൾക്കാർ ഈ സമൂഹത്തിലുണ്ടല്ലോ, അവരാണല്ലോ പിന്നെ അമീറാകേണ്ടത്, നിങ്ങളല്ലല്ലോ. യാ അല്ലാഹ്, ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ മനസ്സിന്റെ വിശാലത നോക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ അഭിനന്ദിച്ചു എന്നാണ്. മാഷാ അല്ലാഹ്, മോൻ തന്നെ പറയും, ഞാൻ കേൾക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോഴാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സദസ്സിലൂടെ വരുന്നത്. കുട്ടികളൊക്കെ ചെതറി ഓടി, എല്ലാരും അങ്ങ് ഓടിക്കളഞ്ഞു. ഒരാൾ മാത്രം പോയില്ല. ആര്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. കൊച്ചുകുട്ടിയാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? ഉസ്താദുമാരൊക്കെ വരികയാണെങ്കിൽ പടച്ചവനെ കളിയും വടിയും പന്തൊക്കെ എടുത്തു വെച്ചിട്ട് ഇവിടെ മടക്കുത്ത് താഴ്ത്തി വെച്ച് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ്, യാ അല്ലാഹ്, ഇന്ന് കളിക്കരടി ഉസ്താദ് പോയാൽ തലക്കരടി കിട്ടും അല്ലേ? അദബ് നഷ്ടപ്പെടുകയാണ്. ഭയങ്കര വിഷയമാണ്, ഗൗരവമാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എല്ലാ കുട്ടികളും ഓടി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഗുലാം ലിമ ലം തഹ്റും മഅ മൻ ഹറം, ഓടിയ കുട്ടികളുടെ കൂട്ടത്തിൽ എന്തേ മോൻ ഓടാതിരുന്നതെന്ന് ചോദിച്ചു. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖാല അയ്യുഹൽ അമീർ, അന്ന് അവർ ഖലീഫയാണ്. അയ്യുഹൽ അമീർ ലസ്ത ളാലിമൻ ഫഅഖ്ശാ ദുൽമക്, നിങ്ങളൊരു അക്രമിയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്രമം പേടിച്ച് ഞാൻ ഓടണമെന്ന് വരാം. നിങ്ങൾ അക്രമിയല്ലല്ലോ, ഞാൻ പിന്നെ എന്തിനു ഓടണം? ഒന്ന്, വലസ്തു മുദ്നിബൻ ഫഅഖ്ശാ അദാബക്, ഞാനൊരു കുറ്റം ചെയ്ത ക്രിമിനലുമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശിക്ഷ എനിക്കുണ്ടാവുമെന്ന് പേടിച്ച് ഞാൻ ഓടണം. അതുമല്ല.
വത്വരീഖു യസഉനി വയസഉക, നിങ്ങൾക്കും എനിക്കും ഇവിടെ നിൽക്കാൻ വഴിയിൽ സ്ഥലമുണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് നിന്നതാണ്. ആര്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സിഗാറു റീഹിൽ ജന്ന, കുട്ടികൾ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കാറ്റുകളാണെന്ന് ഉലമാ പറയും. സ്വർഗത്തിന്റെ കാറ്റാണ്. സുബ്ഹാനല്ലാഹ്. അവരെ പള്ളിയിലേക്ക് വന്നാൽ അക്രിമൂഹും ഫിൽ മസാജിദ്, ഉലമാ പറയാ പള്ളിയിൽ വരുന്ന മക്കളെ ബഹുമാനിക്കണം. അവർക്ക് എന്തെങ്കിലും ചില അറബ് പ്രായമുള്ള ആൾക്കാരെ ഞാൻ പള്ളിയിൽ കണ്ടിട്ടുണ്ട്. പള്ളി ചെന്നപ്പോ കുട്ടിക്ക് പോക്കറ്റിൽ മിഠായി റെഡിയാണ്, കുട്ടിക്ക് എടുത്തു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പള്ളി നിസ്കരിക്കാൻ വന്ന ചെറിയ മക്കൾക്ക് പ്രായമുള്ളവർ, അങ്ങനെ ചില അറബികളൊക്കെ ചെയ്യും. നല്ല സ്വഭാവമാണ്. ചെറിയ കൊച്ചു മിഠായി മതി. കുട്ടി എത്രയോ വലിയ ചോക്ലേറ്റ് ബാർ തിന്ന ആൾക്കാരായിരിക്കും, പക്ഷെ പുറത്തുനിന്ന് ചെറിയ മിഠായിട്ട് അതിന്റെ കടിപിടിയല്ലേ അല്ലേ, അവർക്കത് ഇഷ്ടമായിരിക്കും. അതൊരു അപ്രീസിയേഷനാണ്. നന്നായിട്ടുണ്ട് മോനെ, മാഷാ അല്ലാഹ്. നമ്മൾ നേരെ ആ കുട്ടിയെ ആകണ്ട് we shouldn't put him down. നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്താ മോനെ ട്രൗസറൊക്കെ തീരെ ഇങ്ങനെ പള്ളി വരരുത് കേട്ടോ, അങ്ങനെയൊന്നും അപ്പൊ പറഞ്ഞേക്കരുത്. കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം അതിന്റെ സന്ദർഭമായില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനെ നല്ല സ്വഭാവമാണെന്ന് വരുന്നത്. കുട്ടിയോട് വരാൻ തോന്നണം, കുട്ടിക്കത് ഇഷ്ടം തോന്നണം. അതൊക്കെ പള്ളിയോട് ചെയ്യുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് പള്ളിയുടെ ആദാബുകൾ മനസ്സിലാക്കുന്ന കുട്ടികളാണെങ്കിൽ ഫഅഹ്ലം ബിഹിം വമർഹബ, അവർക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നമ്മൾ കൊടുക്കുക. സമയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനിയും കുറച്ച് മസാലകൾ ബാക്കി കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി ചർച്ച ചെയ്യാം. മാഷാ അല്ലാഹ്. ക്ലാസ്സിൽ ഇവർ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് 22 വർഷങ്ങൾക്ക് ശേഷം സന്താന സൗഭാഗ്യത്തിൽ അനുഗ്രഹം വന്നെത്തി. നാട്ടിൽ നടക്കാറുള്ള പ്രസവത്തിന് കൊണ്ടുപോവുക എന്ന ചടങ്ങിന്റെ ഇസ്ലാമിക മാനം എന്താണ്? അതിനൊരു മാനം ഭൂമിയൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? നാട്ടിലെ ഒരു നടത്തല്ലേ. പിന്നെ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഉസ്താദുമാരുണ്ടെങ്കിൽ പറഞ്ഞു തരണം അത് അല്ലേ. നാട്ടിലങ്ങനെ നടക്കുന്നുണ്ട്. അതില് ഒരു കൂട്ടർക്ക് ഭക്ഷണം കഴിക്കാം, ഒരു കൂട്ടർക്ക് ഭക്ഷണം കൊടുക്കാം. അതൊക്കെ നല്ല നീയത്തിൽ ചെയ്ത കൂലിയാണ്. പിന്നെ ചിലര് കണക്കൂട്ട് ഇങ്ങോട്ട് തരുന്നത് കണച്ചിരിച്ച് അങ്ങോട്ട് തരാട്ടോ, അത് പറ്റൂല കേട്ടോ. അതൊക്കെ വളരെ ചീപ്പ് ഏർപ്പാടുകളാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കലും സന്തോഷം കൊടുക്കലൊക്കെ നല്ലതാ. ഒരു കുഞ്ഞുണ്ടാവാൻ പോവാണ്, നല്ല ഒരു ആശീർവാദവും നല്ലൊരു ദുആയൊക്കെ വരൂലേ, അങ്ങനൊക്കെ. അതിപ്പോ അതൊരു ഹറാമാണെന്നൊന്നും പറയാൻ പറ്റൂല. ഹലാലുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അതിൽ ഹറാമൊന്നും വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രസവത്തിനോടനുബന്ധിച്ചുള്ള മറ്റു വിഷയങ്ങളൊക്കെ 40, 60, 90 ഹൈദ് നിഫാസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിന്റെ കണക്ക് വന്നത്. പക്ഷെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഇസ്ലാമിക മാനം ഒന്നും പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഹറാമുകളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉലമാക്ക് അത് നാട്ടിൽ നടന്നു പോരുന്ന സംഗതി ഒറ്റടിക്കട് പറ്റൂല, പാടില്ല എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, എനിക്കറിയില്ല. അത്രയും അർത്ഥമുള്ളൂ കേട്ടോ. വേറൊരു വിഷയം